ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 37-ാം വാക്യം. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മംഗളവാർത്ത ലഭിച്ച മറിയത്തോട് ദൈവദൂതൻ പറയുന്ന വാക്കുകളാണിത്. മംഗളവാർത്ത ലഭിച്ചപ്പോഴും മറിയത്തിന് ഒരു സംശയം, ഇത് എങ്ങനെ നിറവേറും? ഇങ്ങനെ സംശയിച്ചിരുന്ന മറിയത്തോട് ദൈവദൂതൻ പറയുകയതേ, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഈ ഒരു വാക്ക് കേട്ടപ്പോഴാണ് പരിശുദ്ധ കന്യാമറിയം ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ട് ദൈവഹിതത്തിന് സമർപ്പിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഈ ഒരു വചനം എൻ്റെ ഈശോ എനിക്കും നൽകുന്നുണ്ട്. എന്തിനാ നൽകുന്നത്? എൻ്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളില്, എൻ്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളില് എൻ്റെ ദൈവം എന്നോടും പറയുന്നുണ്ട്, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. എല്ലാം ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവം നിനക്കുണ്ട്. നിന്റെ കൂടെ, നിന്റെ ചാരെ, നിന്റെ കരം പിടിച്ചുകൊണ്ട് നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. സ്നേഹമുള്ളവരെ, ഈ ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് പറ്റണം. പലപ്പോഴും ഈ ബോധ്യം നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മളൊക്കെ നിരാശപ്പെട്ടു പോകുന്നത്. മറിയം പോലും ദൈവം കൂടെയുണ്ട്, ദൈവത്തിന് എല്ലാം സാധ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പൂർണ്ണമായിട്ട് ദൈവഹിതത്തിന് തന്നെ സമർപ്പിക്കുവാനായിട്ട് തയ്യാറായി. എൻ്റെ ജീവിതത്തിലും ദൈവഹിതത്തിന് ഞാൻ പൂർണ്ണമായിട്ട് എന്നെ തന്നെ സമർപ്പിക്കണമെങ്കിൽ എനിക്കൊരു ഉറപ്പുണ്ടായിരിക്കണം, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന്. അവന് എല്ലാം സാധ്യമാണ് എന്ന് അടിയുറച്ച് വിശ്വസിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തില് ഈ ഒരു വിശ്വാസം, ഈ ഒരു ഉറപ്പുണ്ടോ എന്ന് ആത്മശോധന ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് മറിയത്തെ പോലെ ഉറച്ചു വിശ്വസിക്കാം, എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട്. പ്രതിസന്ധികളില് മാറ്റി നിർത്തുന്ന ഒരു ദൈവമല്ല, മറിച്ച് എൻ്റെ കരം പിടിച്ചുകൊണ്ട് എന്നെ നയിക്കുന്ന, എന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവം എനിക്കുണ്ട് എന്ന് നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാം. അവൻ എൻ്റെ എല്ലാ പ്രതിസന്ധികളും നീക്കി എന്നെ വിശുദ്ധിയോടുകൂടി മുന്നോട്ട് നയിക്കും എന്ന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ദൈവകരങ്ങളില് പൂർണ്ണമായിട്ട് സമർപ്പിച്ച് അവന്റെ ഹിതം നിറവേറ്റുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.